നമുക്ക് നല്ല അടിപൊളി ഒരു പ്ലം ജാം തയ്യാറാക്കാം. അപ്പോൾ എനിക്ക് കുറേ നല്ല പഴുത്ത പ്ലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളി ജാം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്ലം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് പാനിലേക്ക് മാറ്റാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ജാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ തന്നെ പ്ലമ്മിലെ പകുതിയും ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ടാവും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം മധുരമുള്ള ഒരു പ്ലമ്മാണ്, എന്നാലും കുറച്ചും കൂടെ മധുരം നമുക്ക് വേണം. ജാമിൻ്റെ ഒരു മധുരം അറിയാലോ. അപ്പം ആവശ്യത്തിനുള്ള മധുരം നമുക്ക് ചേർക്കാം, പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് സിനമൺ പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു പിഞ്ച് മതിയാവും. നിങ്ങളുടെ കയ്യിൽ സിനമൺ പൗഡർ ആയിട്ടില്ലെങ്കിൽ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ ഉരുകി നല്ല കുറുകി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഏറ്റവും കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാവും. തിളച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ കളറും മാറിക്കൊണ്ടിരിക്കും. നല്ല ഡാർക്കായിട്ടുള്ള റെഡ് കളറിലോട്ട് മാറും. ആ പ്ലമ്മിൻ്റെ ആ ഒരു തൊലിയുടെ ആ ഒരു കളർ തന്നെ ആവും. നമുക്ക് പ്രത്യേകിച്ച് ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് എത്രത്തോളം തിളയ്ക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ ഒരു കളർ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാ നല്ല റെഡ് കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഇത് പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒന്ന് കുറുകി കിട്ടും. നമ്മുടെ ജാമിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ. നമ്മുടെ ബ്രെഡിൽ തേക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഈ പതയൊക്കെ ഒന്ന് വിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ചിലരൊക്കെ തയ്യാറാക്കുന്നത് ഇത് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയതിന് ശേഷം അതിൻ്റെ പൾപ്പായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഞാനിത് മിക്സിയിലൊന്നും എടുക്കുന്നില്ല. നമ്മൾ ബ്രെഡിൽ ജാം തേക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതായത് ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും പോരാ, നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടണം. പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്ന രീതിയിൽ നമുക്കൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇത് ആ പാതയൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടുന്നുണ്ട്. നമുക്ക് ഇതാ ഈ സ്പൂണിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വിട്ട് വീഴുന്ന ഒരു പരുവം കണ്ടില്ല, അതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ ഏകദേശം പാനിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പോലെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇതാ പതയൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കളർ ഉണ്ടല്ലേ, നല്ല കടുത്ത ഒരു കളറായി. നമ്മളെടുത്ത പ്ലമ്മിൻ്റെ അതേ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ കളറുകളൊന്നും ചേർക്കേണ്ട. ഇപ്പോൾ ഇതാ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു വരുത്. നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ജാം ഇവിടെ ഏകദേശം നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ പാനി നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് നമ്മുടെ ജാമിൻ്റെ സെയിം കൺസിസ്റ്റൻസിയിലോട്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ സ്പൂണിൽ കോരി എടുക്കുമ്പം ഇതേപോലെ ഒന്ന് വിട്ട് വീഴുന്ന രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം എന്താ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു കുപ്പി ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ്. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.